ഞാൻ ചെയ്തെടുത്തൊരു ഹാൻഡ് എംബ്രോയിഡറി ഡിസൈനാണ്, നെക്ക് ഡിസൈനാണിത്. അപ്പോൾ ഈ ഡിസൈൻ ഇതേമാതിരി ആയിരിക്കും ചെയ്താഴ്ച കാണാനായിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ള വിധം നോക്കാം. ഒരു ഹാൻഡ് എംബ്രോയിഡറി ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ വരച്ച് വെച്ചിട്ടുണ്ട്, നെക്ക് ഡിസൈൻ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാനിത് ആദ്യം ഈ മഞ്ഞ കളർ നൂല് ഉപയോഗിച്ചിട്ടാണ് തന്നെ 3 സ്റ്റാൻഡ്സിലാണ് നൂലെടുത്തത്. അപ്പോൾ അതവിടെ ആദ്യം നമുക്ക് സ്റ്റെം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എല്ലാം സ്റ്റെം സ്റ്റിച്ചിലാണ് ചെയ്യുന്നത്. അവിടെ അതാ ഇങ്ങനെ ചെയ്യും. സ്റ്റെം അങ്ങനെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ഇതുവരെ ചെയ്തിട്ടുണ്ട്. ഈ റൗണ്ടിൽ ചെയ്തിട്ടുണ്ട്. ഇത് അതേമാതിരി ഞാൻ ഫുള്ളായിട്ട് ചെയ്തെടുക്കും. ഇനി അടുത്ത ലൈന് ചെയ്യുന്നത് ഈ ചുവപ്പ് കളർ വന്നവരുകൊണ്ടാണ്. അത് അവിടെ അങ്ങനെ ഈ ലൈൻ ഉണ്ടല്ലോ, ഈ ലൈന് ചെയ്തെടുക്കുക. 3 ലൈന് ചെയ്യണം. അതും സ്റ്റെം സ്റ്റിച്ച് തന്നെയാണ് ചെയ്യുന്നത്. ഇതേമാതിരി ഈ റൗണ്ട് ഫുള്ളായിട്ട് ഇങ്ങനെ ഇതുവരെ ചെയ്തുകൊണ്ടാണ്. അതേമാതിരി ഞാൻ ഈ ചുവപ്പ് നൂലാണ് അടുത്ത റൗണ്ടിൽ ചെയ്യുന്നതിലായി പച്ച കളർ നൂലാണ്. ഇവിടെയാണ് ഈ പച്ച. അതും സ്റ്റെം സ്റ്റിച്ച് തന്നെയാണ് ചെയ്യുന്നത്. വെയിറ്റ് എവിടെയിട്ട് ഇതേമാതിരി ഈ സ്റ്റെം സ്റ്റിച്ചിൽ ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുക്കും. അതേമാതിരി ഞാൻ പച്ച കളറുകളിൽ ചെയ്തിട്ട് ഇവിടെ ഓരോ ഇത് കൊടുത്ത് അതിൻ്റെ മുകളിൽ ഒരു ഡിസൈൻ ചെയ്തെടുക്കണം. അതിൻ്റെ അവിടെ മഞ്ഞ കളറിലുള്ള നൂലാണ് ഞാൻ എടുത്ത് 3 സ്റ്റാൻഡ്സിൽ. പിന്നെ ഇങ്ങോട്ട് ചെയ്ത് ഇതേമാതിരി ഞാൻ തിരിച്ചൊരു പൂവിൻ്റെ ഡിസൈൻ മാതിരി ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതേമാതിരി ചെയ്തെടുത്തു. ഇനി ഇതിവിടെ അങ്ങനെ ഓരോ ഡിസൈൻ ചെയ്തെടുക്കും.
ഒരു പൂവിൻ്റെ മാതിരി ചെയ്തിട്ടുണ്ട് റൗണ്ടിൽ. കുടുങ്ങി വരുന്നുണ്ട്. വളരെ ഭാര്യ ഒന്നിനെ എടുത്ത് പീസ് ഇതവിടെ ഒന്നും കൂടെ ചെയ്ത് കൊടുക്കണം, എന്നാലേ അത് ശരിയാകും. ഇവിടെ അങ്ങനെ ഒന്നും കൂടെ ചെയ്ത് കൊടുക്കും. അപ്പോൾ 3 പീസ് വന്ന് അതേമാതിരി 5 ഇതളുള്ള ഒരു പൂവ് വന്നു. ഇതേമാതിരി വന്നു. ഇവിടെയൊക്കെ അങ്ങനെ ഇതേമാതിരി ചെയ്ത് കൊടുക്കുക. ഈ റൗണ്ടിൽ ഫുള്ളായിട്ട് 6 ഇതളുണ്ട്. 6 ഇതളുള്ളൊരു പൂവ് ചെയ്ത് കൊടുക്കുക. ഡേയ്സി സ്റ്റിച്ചിലാണ് ഈ പൂവ് ചെയ്യുന്നത്. ഈ ഹാൻഡ് എംബ്രോയിഡറീൻ്റെ വർക്ക് ഇത് അവിടെ കഴിഞ്ഞിട്ട് ഡിസൈൻ ഇതേമാതിരി കാണാനായിട്ട്.